അങ്ങനെ അവസാനം കാത്തിരുന്ന് നമ്മുടെ ലോഞ്ച് ഡേറ്റ് എന്നാണെന്നുള്ളത് വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണോ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസ് ഇത്തവണ എങ്ങനെയായിരിക്കും? തീമുണ്ടോ ഹൗസിന്? അത് നോർമൽ നമ്മൾ സീസൺ 4 വരെ അല്ലെങ്കിൽ 5 വരെ കണ്ടതുപോലെ ആയിരിക്കുമോ? എന്താണ് സംഭവങ്ങൾ? ഭയങ്കര സന്തോഷം തോന്നുന്നു, അതേസമയം ഒരു അണഞ്ഞ മട്ടും അല്ലേ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്. ആ പ്രൊമോക്കകത്ത് നമ്മുടെ മേക്കിംഗ് വീഡിയോയാണ്, BTS ആണ്, ബിഹൈൻഡ് ദ സീനാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൊമോ 1ഉം 2 ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ്, അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് അതിന്റെ അവസാനം ബിഗ് ബോസിന്റെ എന്ത് ചെയ്തു, കണ്ണ് കാണിച്ചിട്ട് ലോഞ്ച് എപ്പിസോഡ് August 3 Sunday 7 PM. ഓക്കെ, അപ്പൊ എനിക്ക് എപ്പോഴും ഈ ലോഞ്ച് എപ്പിസോഡ് കാണിക്കുമ്പോൾ, ലോഞ്ച് ഡേറ്റ് കാണിക്കുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം ഇത് ബിഹൈൻഡ് ദ സ്ക്രീൻ ആയതുകൊണ്ട് ആരും നോക്കിക്കൊണ്ടൊന്നും ഇരിക്കത്തില്ല, എന്താന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിന്റെ അവസാനം കൊണ്ടാണ് ഡേറ്റ് കാണിച്ചത്. കുറേ പേര്, എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങിയതാണ്, സ്റ്റാർ സിംഗറിലാണോ ഇത് അനൗൺസ് ചെയ്യുന്നത്, സ്റ്റാർ സിംഗറിൽ വരുന്നുണ്ടെന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് പൊങ്ങി വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ സ്റ്റാർ സിംഗറിന്റെ കേസ് എനിക്കറിയത്തില്ല ആക്ച്വലി. കാരണം അത്രയും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇതെന്താ സ്റ്റാർ സിംഗറിന്റെ കേസ് എല്ലാവരും, ഇത് ആര് പൊക്കി വിട്ടതെന്ന് എനിക്കറിയത്തില്ല. സ്റ്റാർ സിംഗർ എനിക്കറിയില്ല, എനിക്ക് ആ സംഭവത്തെ, അതാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയെ ചെയ്തിരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ആ കേസേ അറിയില്ല. എന്തായാലും ലോഞ്ച് വന്നല്ലോ, കണ്ടല്ലോ, ലോഞ്ച് വന്നിട്ടുണ്ട്. ലോഞ്ച് എപ്പിസോഡിന്റെ ഡേറ്റും സമയമൊക്കെ വന്നിട്ടുണ്ട്. August 3 Sunday 7 PM. ഇത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഞാൻ അവിടെ സൈഡിൽ ഫോട്ടോ വെക്കാമേ. ഇത് മുന്നേ തന്നെ നമ്മൾ, എനിക്ക് തോന്നുന്നു April 25 സംതിങ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്വിറ്ററിലൊക്കെ ട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പോഴെങ്കിലും വിശ്വാസമായോ? എത്ര മാസം മുന്നേ പറഞ്ഞത്? ഞാൻ ഇത് വീണ്ടും പൊക്കുന്നതല്ല, നിങ്ങൾക്ക് ട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരണം. ഓഗസ്റ്റ് 3 തുടങ്ങുന്ന ഷോക്ക് April ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ റിവീൽ ചെയ്തായിരുന്നു, 3 തീയതിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഇനിയും അപ്ഡേറ്റുകൾ ഇതോടൊപ്പം ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇനി സ്റ്റാർ സിംഗറിന്റെ കേസിലോട്ട് പോവാം. സ്റ്റാർ സിംഗറിനകത്ത് ഈ സംഭവം, ലാലേട്ടൻ വരുന്ന ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. ഉഷാദ് പിരിപ്പുണ്ട്, ഇങ്ങനെ കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു എമ്പുരാനെയൊക്കെ പാടുന്ന ഒരു പ്രൊമോയാണ്. അപ്പൊ അതിനകത്ത് ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ലാലേട്ടൻ പറഞ്ഞല്ലോ 100 ദിവസത്തെ ബ്രേക്കാണ് ബിഗ് ബോസ് സീസൺ 7 വേണ്ടി. അപ്പൊ അതുപോലെ ഒരു മൺസൂൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് അതിനകത്ത് കാണിക്കുന്നത്. അതും കമ്മിങ് സൂണില്ല, ഡേറ്റ് കൂടി ഇട്ടിട്ടില്ല, കമ്മിങ് സൂണില്ല. അപ്പം ചിലപ്പോൾ പറയുമായിരിക്കും ബിഗ് ബോസ് വരുവാണെന്നുള്ളത്. പക്ഷേ അനൗൺസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇവിടെയാണ്, ലോഞ്ച് എപ്പിസോഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോ കാണിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്? 10-15 ദിവസം കൂടിയേ ഉള്ളൂ. 15 ദിവസവും ഇല്ലല്ലേ, ഇനി 15 ദിവസവും ഇല്ല. ഇന്നിപ്പം 19 ആയില്ലേ? ശരി, ഇനി 10-12 ദിവസം കൂടി മാക്സിമം ഉണ്ട്. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ സമയം അടുത്തു. പക്ഷെ ഒരു വൈബ് ഇല്ലടേ. മീൻസ് ലാലേട്ടന്റെ ആ ഒരു വലിയൊരു പ്രൊമോ വരുമ്പോൾ സാധാരണ എന്താ സംഭവം, ഭയങ്കര ഒരു ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ഒക്കെ 10 ദിവസം മുന്നെയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര ഒരു വികാരഭരിതമായ ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്താണോ അതോ, ആകെ കൂടെ നമ്മൾ കണ്ടത് 2 പ്രൊമോ. ഒന്നാമത്തേനകത്ത് ഈ പറയുന്ന പോലെ ലാലേട്ടന്റെ എന്താ പറയുക, അവിടുത്തെ ആ ഒരു ബൈക്ക് ഇൻട്രോയും, രണ്ടാമത്തത് നമ്മുടെ ഇതാണ് ആന്തം, BB ആന്തം, മൂന്നാമത്തത് ഈ പറയുന്ന കണക്ക് പ്രൊമോ. ഇതേ വന്നിട്ടുള്ളൂ 3 കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ അടുപ്പിച്ച് ഈ 4 ബെഡ്റൂം, ഒരു എന്താ പറയുക, മറ്റേ പഠിച്ച് പാസ്സായി പോകുന്ന ഒരു അശോകൻ കുട്ടിയോ എന്തോ ഒരാൾ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു പ്രൊമോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനത്തെ പ്രൊമോഷൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ എന്നാ പ്രൊമോഷൻ കുറെ പോസ്റ്റായിട്ട് പണി വരുന്നുണ്ട്, മുട്ടം പണി വരുന്നുണ്ട്, ചരിഞ്ഞു നിന്നും വലത്ത് നിന്നും ഇടത്ത് നിന്നും മേലെ നിന്നും താഴെ നിന്നും എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നൽ മാത്രമാണ്, ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിൽ ഒരു പക്ഷേ ഫസ്റ്റ് ഈ സാധനം കാണിക്കും. ഏത്? ഈ പണി വരുന്നുണ്ടേ ആ സാധനം BB ആന്തമാണത്. നമ്മൾ വിചാരിച്ചുള്ള ഒരു ലിറിക്കൽ സോങ് BB ആന്തമാണ്. തമിഴിലും ഈ സെയിം സാധനം ഉണ്ടായിരുന്നു. ആളും പൊതുസ് ആട്ടവും പൊതുസ് യാറ് പെരുസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പൊ സീസൺ 8 ഇപ്പൊ കഴിഞ്ഞു പോയ സീസണില്. അത് വിജയ് സേതുപതി പുതിയതായിട്ട് വന്നത് കൊണ്ട് അവർ സെറ്റ് ചെയ്തൊരു പാട്ടാണ്. അപ്പം അത് ഇതുപോലെ ബിഗ് ബോസ് തുടങ്ങിയ ഗ്രാൻഡ് ലോഞ്ചിന് ഫസ്റ്റ് ഈ പാട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഈ പാട്ട് കാണിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരുപക്ഷെ മലയാളം ബിഗ് ബോസിലും ഇത്തവണ എന്ത് ചെയ്യും, ഈ പാട്ട് കാണിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. പണി വരുന്നുണ്ടേ ആ സാധനം ആയിരിക്കും. നോക്കാം, നമുക്ക് അറിയത്തില്ല.
ഇനി നമ്മുടെ ഹൗസിനെ കുറിച്ചിട്ടുള്ള തീമിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. സ്വർഗവും നരകവും ഒരു ചാൻസസ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ഹൗസ് കൺസെപ്റ്റ്, ബിഗ് ബോസും സ്മോൾ ബോസും, ഈ 2 ഹൗസ് കൺസെപ്റ്റ് തന്നെയാണ് സ്വർഗവും നരകവും. 2 ഹൗസ് കൺസെപ്റ്റ് മീൻസ് 2 ഹൗസ് ആണ്. സ്വർഗവും നരകവും മീൻസ് ഒരു വീട് സ്വർഗവും ഒരു വീട് നരകമാണ്. അപ്പൊ ഈ 2 ഹൗസ് കൺസെപ്റ്റിനകത്ത് വരുന്ന സാധനമാണ് സ്വർഗവും നരകവും. അത് തന്നെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സീസൺ തുടങ്ങിയിട്ട് ഒരു സംഭവം കുറച്ച് ടാസ്കുകളെ കുറിച്ചിട്ടൊക്കെ അതിനകത്തുള്ള സംഭവമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ ടാസ്ക് സീസൺ 7 തമിഴിലെ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡബിൾ ഹൗസ് ആണോ എന്ന് സംശയമുണ്ട്. അതെന്തായാലും ഞാൻ ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നിങ്ങളോട് വന്ന് പറയാം. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പൊ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് കുറച്ച് ലിസ്റ്റുകളുണ്ട്. ലിസ്റ്റിനകത്തെ അവസാന 1-2 പേരുകൾ ടിക്കിടൽ, 1-2 പേരുകൾ വെട്ടലുകൾ എല്ലാ വർഷവും വരുന്ന സാധനമാണല്ലോ. അതുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.